നിപ പ്രതിരോധ പ്രവർത്തനത്തിൽ വീഴ്ചയില്ലെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഈ നിമിഷം വരെ അപകടകാരിയല്ല. സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാതിരുന്നത് രോഗം പടർന്നു പിടിക്കാത്തത് കൊണ്ടാണ്. ഏകോപനത്തിന് തിരുവനന്തപുരമാണ് നല്ലത്. പ്രതിപക്ഷം രാഷ്ട്രീയമായി വേട്ടയാടുന്നു. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആരോഗ്യപ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുത്. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും ആരോഗ്യമന്ത്രി. അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം 135 ഷിഗല്ല കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നേതൃത്വം കൊടുക്കുന്നതല്ലേ കുറേ കൂടി എളുപ്പം. ഇന്നത്തെ യോഗത്തിൽ ചില ഡോക്ടർമാർ സൂചിപ്പിച്ചത് ഞങ്ങൾ നന്നായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഈ വാർത്തകൾ ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയേറെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടും മരുന്ന് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യകരം. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയതിലും വിശദീകരണം. നിപ സ്ഥിരീകരിച്ച റിപ്പോർട്ട് അറിഞ്ഞിട്ടും തനിക്ക് കൈമാറിയില്ല. തുരപ്പൻ പണി കാണിക്കുന്നവരെ ഇനിയും മാറ്റുമെന്നും കെ മുരളീധരൻ. നിപ രോഗിക്ക് വിദേശത്ത് നിന്ന് എത്തിച്ച മരുന്ന് നൽകിയെന്നും ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നും മന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, ഈ പ്രതിരോധ മരുന്ന് എത്തിയില്ല, സ്റ്റോക്കില്ല അടക്കം വിവിധ വിഷയങ്ങൾ വിവാദങ്ങളായി നിലവിൽ നിൽക്കവെയാണ് ഈ മന്ത്രിയുടെ വിശദീകരണം. മന്ത്രി ഒരു തരത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പാളിച്ചയില്ലെന്നാണ് മന്ത്രിയുടെ വാദം. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും? അരുണ്യ, ഉന്നതതല യോഗത്തിന് ശേഷമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നു പൂർണ്ണമായും അതിൻ്റെ കൃത്യതയോടെ തന്നെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ആദ്യഘട്ടം തൊട്ട് തന്നെ, അതായത് രോഗബാധിതനെ രോഗം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉള്ള ആദ്യഘട്ടം തൊട്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണ തോതിൽ ഇപ്പോഴും നടന്നു വരികയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മരുന്ന് സ്റ്റോക്കില്ല, നിപ്പ മരുന്ന് ലഭ്യമല്ല എന്നതടക്കമുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയെ പ്രവേശിപ്പിച്ച ആദ്യഘട്ടം തൊട്ട് തന്നെ കൃത്യമായും അദ്ദേഹത്തിന് ലഭിക്കേണ്ട മരുന്നുകൾ ലഭിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, മോണോക്ലോണൽ ആൻറ്റിബോഡി അടക്കം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തൊട്ടടുത്ത ദിവസം തന്നെ 12-ാം തീയതി തന്നെ മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ ആദ്യ ഡോസ് രോഗബാധിതന് നൽകുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, ഈ മറ്റൊരു മരുന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്, അത് ഇന്ത്യയിൽ തന്നെ ഇല്ലായിരുന്നു. അതാണ് ഇപ്പോൾ ബഹ്റൈനിൽ നിന്നും എത്തിച്ചിട്ടുള്ളത്. അത് ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ ആദ്യ ഡോസ് രോഗബാധിതന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, മറ്റ് കണ്ടെയ്ൻമെൻറ്റ് സോൺ അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. കണ്ടെയ്ൻമെൻറ്റ് സോണായി ഇപ്പോൾ അത് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും, അതായത് രാഷ്ട്രീയമായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആരോഗ്യമന്ത്രി കോഴിക്കോട് കേന്ദ്രീകരിച്ച് കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നില്ല എന്ന ആരോപണമായിരുന്നു ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി ഇത്തരത്തിലാണ്. 2018 രോഗം ആദ്യമായി സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി ഈ രോഗം സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ അന്നത് വലിയ വ്യാപനമായിരുന്നു 2018 തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ടായത്. അപ്പോഴെല്ലാം തന്നെ അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ആരോഗ്യമന്ത്രിയും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. എന്നാൽ ഇത്തവണ അത്തരത്തിൽ വലിയൊരു വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. കൂടുതൽ ആളുകൾക്ക് രോഗലക്ഷണങ്ങളില്ല. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ താൻ ഇവിടെ ക്യാമ്പ് ചെയ്ത് അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. അത് മാത്രമല്ല, ഈ നിപ്പയോടൊപ്പം തന്നെ ഷിഗല്ല അടക്കമുള്ള മറ്റ് പലതരത്തിലുള്ള രോഗങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ ഇരുന്ന് പ്രവർത്തിപ്പിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. അവയെല്ലാം തന്നെ അദ്ദേഹം എതിർക്കുകയാണ്. ഇപ്പോൾ വരുന്നതെല്ലാം തന്നെ ഒരു ചാറ്റൽ മഴയാണ് എന്ന് തനിക്കറിയാം. വലിയ ഇടിവെട്ടിയുള്ള മഴ, അതായത് ഈ ആരോപണങ്ങളുടെ ഇടിവെട്ടിയുള്ള മഴ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തനിക്കറിയാമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ കൃത്യമായി ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്നതാണ് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ DHSനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഇന്നും മറ്റൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷനാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതായത് അന്നേ ദിവസം, അതായത് ഈ രോഗബാധിതന് നിപ്പ പോസിറ്റീവാണ് എന്ന വിവരമറിയുന്ന ആദ്യഘട്ടം തൊട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതിലുണ്ടായി, അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു. അന്നേ ദിവസം 5:30-ക്കാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടായത്. എന്നാൽ അന്നത്തെ 1 മണിയോടുകൂടി തന്നെ DHSന് ഈ നിപ്പ ഫലം പോസിറ്റീവാണ് എന്ന വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അത് DHS തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം പല പ്രശ്നങ്ങൾ DHSനെ സംബന്ധിച്ചുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് DHSനെ മാറ്റിയത് എന്നത് അദ്ദേഹം എടുത്തു പറയുന്നു. അവധി എടുത്തത് കൊണ്ടല്ല സ്ഥലം മാറ്റിയത്, സർക്കാരുമായി സഹകരിക്കുന്ന കാര്യത്തിൽ DHS പിന്നിലോട്ടായിരുന്നു, അതുകൊണ്ടാണ് ആളെ മാറ്റിയത് എന്നതാണ് പറയുന്നത്. അതിന് അദ്ദേഹം എടുത്ത് പറയുന്ന വാക്യത്തരത്തിലാണ് തുരപ്പൻ പണി കാണിക്കുന്നവരെ ഇനിയും മാറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു വരിയിൽ വിമർശിക്കുകയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു വരിയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം. അത് ഇത്തരത്തിലാണ്: മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് ക്യാബിനറ്റിൽ അധ്യക്ഷത വഹിച്ച ആളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തുകയാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ DMOയെ ഉടൻ നിയമിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഈ ഉയർന്നു വന്ന ആരോപണങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം മറുപടി പറയുന്നു. അത് മാത്രമല്ല, പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചയും സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇന്ന് അദ്ദേഹം കോഴിക്കോട് ജില്ലയിലുണ്ട്. ഇനി ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ നിപ്പയെ സംബന്ധിച്ചിടത്തോളം നിപ്പ എന്ന രോഗം സ്ഥിരീകരിക്കുന്നു, അല്ലെങ്കിൽ നിപ്പയുടെ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നറിയുന്ന അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വരുന്ന ആദ്യഘട്ടം തൊട്ട് തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. കാരണം അത്രത്തോളം മരണ സാധ്യതയുള്ള ഒരു രോഗമാണ്. അപ്പോൾ ചെറിയ പിഴവുകൾ പോലും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിലേക്ക് ആഴ്ത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറിയ പിഴവുകൾ പോലും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണ്യ.